ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് എക്സാമിൻ്റെ മലയാളം പാർട്ടാണ്. ഇംഗ്ലീഷ് പാർട്ടിൽ കുറച്ച് ഭാഗം കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് മോക്ക് ടെസ്റ്റായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ജനമൈത്രി അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിൻ്റെയും യഥാർത്ഥ പരിധി ഏത്? ഒരു നിയോജക മണ്ഡലമാണ് ഒരു ജനമൈത്രി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ പരിധി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബ്രാഞ്ചിൻ്റെ പരമാധികാരി ആര്? മാനേജറാണ് ഒരു ബ്രാഞ്ചിൻ്റെ പരമാധികാരി. എന്താണ് ആസ്തി ഫണ്ട്? സൊസൈറ്റിയുടെ പേരിലോ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ സൊസൈറ്റിക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്നതിന്, അതായത് ബ്രാഞ്ചിന് വസ്തു, കെട്ടിടം എന്നിവ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ടാണ് ആസ്തി ഫണ്ട് എന്ന് പറയുന്നത്. ആസ്തി ഫണ്ട് എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ പേരിലോ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ സൊസൈറ്റിക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്നതിനും, ആയത് ബ്രാഞ്ചിനെ വസ്തു, കെട്ടിടം എന്നിവ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ടാണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. പൊതു ആവശ്യ ഫണ്ട് എത്ര ശതമാനമാണ്? ആൻസർ 11%. 11% പൊതു ആവശ്യ ഫണ്ട്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബ്രാഞ്ചിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക? 25,000 രൂപയാണ് ഒരു ബ്രാഞ്ചിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. ജീവനക്കാരുടെ മീറ്റിംഗ് നടത്തേണ്ടത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? ആയതിൽ ആരാണ് മിനിറ്റ്സ് എഴുതേണ്ടത്? എല്ലാ ശനിയാഴ്ചകളിലുമാണ് ജീവനക്കാരുടെ മീറ്റിംഗ് നടത്തുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി കൺവീനറാണ് മിനിറ്റ്സ് എഴുതുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി കൺവീനർ മിനിറ്റ്സ് എഴുതുന്നു. എല്ലാ ശനിയാഴ്ച തോറും ജീവനക്കാരുടെ മീറ്റിംഗ് നടത്തുന്നു. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് കിയോസ്കുകൾ? അതിൽ ഒന്നാമത്തത് ജനസേവന കേന്ദ്രങ്ങളെയും അക്ഷയ കേന്ദ്രങ്ങളെയും ആയതിൽ താല്പര്യമുള്ള മറ്റു സ്ഥാപനങ്ങളെയും ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കിയോസ്കുകളായി നിയമിക്കാം. ആരൊക്കെയാണ് നിയമിക്കാൻ പറ്റുന്നത്? ജനസേവന കേന്ദ്രങ്ങളെയും അക്ഷയ കേന്ദ്രങ്ങളെയും ആയതിൽ താല്പര്യമുള്ള മറ്റു സ്ഥാപനങ്ങളെയും ജനമൈത്രി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കിയോസ്കുകളായി നിയമിക്കാം. കിയോസ്കുകൾ വഴി കടകൾക്കുള്ള ഡെയിലി കളക്ഷൻ, മൈക്രോ ഫിനാൻസ്, കോയിൻ ബോക്സ് വായ്പ, MDS അഡ്വാൻസ് വായ്പ, കുടുംബിനി വായ്പ എന്നിവയും ചെയ്യാവുന്നതാണ്. ഏതൊക്കെ വഴി ചെയ്യാൻ പറ്റും? കിയോസ്കുകൾ വഴി കടകൾക്കുള്ള ഡെയിലി കളക്ഷൻ, മൈക്രോ ഫിനാൻസ്, കോയിൻ ബോക്സ് വായ്പ, MDS അഡ്വാൻസ് വായ്പ, കുടുംബിനി വായ്പ എന്നിവയും ചെയ്യാവുന്നതാണ്. അടുത്ത മൂന്നാമത്തത്. കിയോസ്കുകൾ വഴി ബാങ്കിൻ്റെ എല്ലാവിധ ലോണുകളും ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നു. അടുത്ത നാലാമതായി ബാങ്കിൻ്റെ അംഗത്വം അടക്കമുള്ള എല്ലാ പ്രോഡക്ട്സുകളും സർവീസുകൾ PSE വഴി നടപ്പിലാക്കുവാൻ കഴിയുന്ന യൂണിറ്റുകളാണ് കിയോസ്കുകൾ എന്ന് പറയുന്നത്.
എന്തൊക്കെയാണ് കയോസ്കുകൾ എന്ന് പറയുന്നത്? ജനസേവന കേന്ദ്രങ്ങളെയും അക്ഷയ കേന്ദ്രങ്ങളെയും ഇതിൽ താല്പര്യമുള്ള മറ്റ് സ്ഥാപനങ്ങളെയും ജനമൈത്രി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ കയോസ്കുകളായി നിയമിക്കും. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത്? ഡെയിലി കളക്ഷൻ, മൈക്രോ ഫൈനാൻസ്, കോയിൻ ബോക്സ് വായ്പ, MDS അഡ്വാൻസ് വായ്പ, കുടുംബിനി വായ്പ എന്നിവ ചെയ്യാവുന്നതാണ്. കയോസ്കുകൾ വഴി എല്ലാവിധ ലോണുകളും ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നു. പിന്നെ ബാങ്കിന്റെ അംഗത്വം അടക്കമുള്ള എല്ലാ പ്രോഡക്ട്സുകളും സർവീസുകൾ PSC വഴി നടപ്പിലാക്കുവാൻ കഴിയുള്ള യൂണിറ്റുകളെയാണ് കയോസ്കുകൾ എന്ന് പറയുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ വായ്പകളാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്? ആദ്യത്തെ 4 എണ്ണം: MDS അഡ്വാൻസ്, ഡെയിലി കളക്ഷൻ, മൈക്രോ ഫൈനാൻസ്, കുടുംബിനി വായ്പ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, എന്ത് ഫണ്ടിൽ നിന്നാണ് ജീവനക്കാരുടെ ശമ്പളം അല്ലെങ്കിൽ വേതനം നൽകുന്നത്? ആൻസർ, തനത് ഫണ്ടിൽ നിന്നാണ് ജീവനക്കാരുടെ ശമ്പളം അല്ലെങ്കിൽ വേതനം നൽകുന്നത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ജനമൈത്രി കളക്ഷൻ പിരിക്കാനുള്ള അല്ലെങ്കിൽ തിരികെ ലഭിക്കുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ? 3 എണ്ണം എഴുതുക. ഒന്നാമത്തത് കളക്ഷൻ ഏജന്റ് വഴി, പിന്നെ QR കോഡ് ഉപയോഗിച്ച്, ഗൂഗിൾ പേ വഴി, നേരിട്ട് ബാങ്കിൽ അടയ്ക്കാൻ കഴിയും. അടുത്തത് കോയിൻ ബോക്സ് റീഡർ വഴി, ഏജന്റ് വഴി. ഏതൊക്കെ വഴിയാണ് ഈ ജനമൈത്രി കളക്ഷൻ പിരിക്കുവാനുള്ള പൈസ തിരികെ അടയ്ക്കാനുള്ള മാർഗങ്ങൾ? കളക്ഷൻ ഏജന്റ് വഴി, QR കോഡ് ഉപയോഗിച്ച്, ഗൂഗിൾ പേ വഴി, നേരിട്ട് ബാങ്കിൽ അടയ്ക്കാൻ കഴിയും. അടുത്തത് കോയിൻ ബോക്സ് റീഡർ വഴി, ഏജന്റ് വഴി. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ മിനിമം ബാലൻസ് എത്രയാണ്? 500 രൂപയാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ മിനിമം ബാലൻസ്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ചെക്ക് റിട്ടേൺ ആയാൽ അടയ്ക്കേണ്ട ഫൈൻ എത്രയാണ്? 750 രൂപയാണ് ചെക്ക് റിട്ടേൺ ആയാൽ അടയ്ക്കേണ്ട ഫൈൻ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡെയിലി കളക്ഷൻ ആഴ്ചയിൽ അടയ്ക്കേണ്ട ദിവസങ്ങൾ. ഇപ്പോൾ ഡെയിലി കളക്ഷൻ ഒരാഴ്ചയിൽ 6 ദിവസം അടയ്ക്കാം. പൊതു അവധി ദിവസം കളക്ഷൻ ഇല്ല. ഏതൊക്കെയാണ്? ഓഫീസ് തുറക്കുന്ന ദിവസങ്ങളാണ്. അപ്പം പൊതു അവധി ദിവസം ഓഫീസ് തുറക്കത്തില്ലല്ലോ. അതാണ് 6 ദിവസം ഡെയിലി കളക്ഷൻ അടയ്ക്കാവുന്നതാണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തു ഈടായി സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പൊതുവായി നോക്കണം? ഒന്നാമത്തത് 4 ചക്ര വാഹന സൗകര്യമുള്ള സ്ഥലമായിരിക്കണം. അടുത്തത് 6 സെന്റിൽ കൂടുതലുള്ള സ്ഥലങ്ങളെ ഈടായി സ്വീകരിക്കാവൂ. ആദ്യത്തെ എന്താണ്? 4 വാഹന സൗകര്യമുള്ള സ്ഥലമായിരിക്കണം. 6 സെന്റിൽ കൂടുതലുള്ള സ്ഥലങ്ങളെ ഈടായി സ്വീകരിക്കാവൂ. അടുത്തത് 2 പേരിൽ കൂടുതൽ അവകാശമുള്ള സ്ഥലം ഈടായി സ്വീകരിക്കരുത്. 2 പേരിൽ കൂടുതൽ അവകാശമുള്ള സ്ഥലം ഈടായി സ്വീകരിക്കരുത്. അടുത്ത 4ാമത്തത് 15 വർഷത്തിന് മുകളിലുള്ള ഒറിജിനൽ മുൻ പ്രമാണം ഉണ്ടായിരിക്കണം. ഫോട്ടോസ്റ്റാറ്റ്, അറ്റസ്റ്റഡ് കോപ്പി എന്നിവ സ്വീകരിക്കില്ല. 15 വർഷത്തിന് മുകളിലുള്ള ഒറിജിനൽ മുൻ പ്രമാണം ഉണ്ടായിരിക്കണം. അതിൽ ഫോട്ടോസ്റ്റാറ്റോ അറ്റസ്റ്റഡ് കോപ്പിയോ ഒന്നും സ്വീകരിക്കില്ല. അടുത്ത 5ാമത്തേത് എന്ന് പറയുന്നത് സ്ഥലവുമായി ബന്ധപ്പെട്ട സൊസൈറ്റി നിർദ്ദേശിക്കുന്ന റെക്കോർഡുകൾ കൃത്യമായി ഉണ്ടായിരിക്കണം. അടുത്തത് പവർ ഓഫ് അറ്റോർണി സ്വീകരിക്കില്ല. ഈ 6 കാര്യങ്ങളാണ് ഒരു വസ്തു ഈടായി സ്വീകരിക്കുമ്പോൾ പൊതുവായി നോക്കേണ്ടത്. ആദ്യത്തെ എന്താണ്? 4 ചക്ര വാഹന സൗകര്യമുള്ള സ്ഥലമായിരിക്കണം. രണ്ടാമത്തത് 6 സെന്റിൽ കൂടുതലുള്ള സ്ഥലങ്ങളെ ഈടായി സ്വീകരിക്കാവൂ. മൂന്നാമത്തത് 2 പേരിൽ കൂടുതൽ അവകാശമുള്ള സ്ഥലം ഈടായി സ്വീകരിക്കരുത്. പിന്നെ 15 വർഷത്തിന് മുകളിലുള്ള ഒറിജിനൽ മുൻ പ്രമാണം ഉണ്ടായിരിക്കണം. പിന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി നിർദ്ദേശിക്കുന്ന റെക്കോർഡുകൾ കൃത്യമായി ഉണ്ടായിരിക്കണം. അടുത്ത 6ാമത്തത് പവർ ഓഫ് അറ്റോർണി സ്വീകരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഒരു ബ്രാഞ്ചിന്റെ ഉദ്ദേശിക്കുന്ന ഫണ്ട് വരവ് ഏതൊക്കെയെന്നാണ്. 3 എണ്ണം എഴുതാനോ പറയുന്നത്. ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ജനമൈത്രി സ്വയം സഹായ തൊഴിൽ സംഘം പ്രൈവറ്റ് ലിമിറ്റഡ്, റിസ്ക് ഇൻഷുറൻസ് സ്കീം തുടങ്ങിയ ഈ ഗ്രൂപ്പുകൾ സഹകരിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിക്കുന്ന ജീവനക്കാർ, ഷോപ്പുകൾ, ഏജൻസികൾ, ഡീലർമാർ എല്ലാവരും ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗത്വം എടുക്കുകയും താഴെ പറയുന്ന തരത്തിൽ 1000 രൂപ മുഖവിലയുള്ള കടപ്പത്രം വാങ്ങുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യണം. വിവിധ വായ്പകളുടെ പലിശ, കോയിൻ ബോക്സ് നിക്ഷേപം, മറ്റ് സ്കീമുകൾ വഴി. അങ്ങനെയൊക്കെയാണ് ഒരു ബ്രാഞ്ചിലെ ഉദ്ദേശിക്കുന്ന ഫണ്ട് കിട്ടുന്നത്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡെയിലി കളക്ഷന് നൽകാവുന്ന പരമാവധി വായ്പ വാങ്ങി സൂക്ഷിക്കേണ്ട റെക്കോർഡുകൾ. ഒരു ഡെയിലി കളക്ഷന് നൽകാവുന്ന പരമാവധി വായ്പ ഏതാണ്, പിന്നെ ഏതെല്ലാം റെക്കോർഡുകളാണ് വാങ്ങി സൂക്ഷിക്കേണ്ടതെന്നാണ്.
5000 മുതൽ 1 ലക്ഷം രൂപ വരെ ഡെയിലി കളക്ഷന് നൽകാവുന്നതാണ്. ഡെയിലി കളക്ഷന് 5000 മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാവുന്നതാണ്. അതിൽ എന്തെല്ലാം റെക്കോർഡുകളാണ് വാങ്ങേണ്ടത്? ഒരു വായ്പ എടുക്കുന്നവരുടെ കടയുടെ ലൈസൻസ് അല്ലെങ്കിൽ വാടക ചീട്ട്, കട ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. ഒരു വായ്പ എടുക്കുന്ന കടയുടെ ലൈസൻസ് വേണം, അല്ലെങ്കിൽ വാടക ചീട്ട്, പിന്നെ എന്ത് ചെയ്യണം? കട ഉടമസ്ഥന്റെ ഫോൺ നമ്പരും ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് വായ്പ എടുക്കുന്ന അപേക്ഷകന്റെ 2 ചെക്ക്, പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയുടെ ഫോട്ടോ കോപ്പി, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഏതൊക്കെയാണ് വേണ്ടത്? വായ്പ എടുക്കുന്ന കടയുടെ ലൈസൻസ് വേണം, വാടക ചീട്ട് വേണം, പിന്നെ കട ഉടമസ്ഥന്റെ ഫോൺ നമ്പർ വേണം, പിന്നെ വായ്പ എടുക്കുന്ന അപേക്ഷകന്റെ 2 ചെക്ക് ലീഫ് വേണം, ആധാർ കാർഡ് വേണം, പാൻ കാർഡ് എന്നിവയുടെ ഫോട്ടോ കോപ്പി, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അടുത്ത മൂന്നാമത്തത് 200 രൂപയുടെ മുദ്രപത്രത്തിൽ അഡ്വക്കേറ്റ് ഒപ്പിട്ട അഫിഡവിറ്റ്. അടുത്ത നാലാമത്തത് വായ്പ എടുക്കുന്ന അപേക്ഷകന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, മക്കൾ ആരെങ്കിലും ഒരാളുടെ ഗ്യാരണ്ടി വേണം. പിന്നെ ഗ്യാരണ്ടറുടെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് എന്നിവയുടെ ഫോട്ടോ കോപ്പി, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ആവശ്യമുള്ളത്. അടുത്ത ആറാമതായി വേണ്ടത് സൊസൈറ്റിയുടെ അപേക്ഷാ ഫോറവും എഗ്രിമെന്റ് പത്രവും. അടുത്ത ഏഴാമതായി 50,000 രൂപയ്ക്ക് മുകളിൽ വായ്പ എടുക്കുന്നവർക്ക് അവരുടെ വസ്തുവിന്റെ പ്രമാണത്തിന്റെ ഫോട്ടോ കോപ്പിയും 15 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കരം അടച്ച രസീതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഹാജരാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണ് MDS എന്ന് വെച്ചാൽ? MDS ഒരു ലേലമാണ്, ആയതിനാൽ അംഗങ്ങൾക്ക് വീതപലിശ ലഭിക്കും. MDS എന്ന് വെച്ചാൽ ഒരു ലേലമാണ്, അതുകൊണ്ട് അംഗങ്ങൾക്ക് വീതപലിശ ലഭിക്കും. എന്താണ് MDS അഡ്വാൻസ് എന്ന് പറയുന്നത്? നറുക്കിട്ടെടുക്കുന്ന സമയങ്ങളിലോ 20% താഴെ ലേലം ഉറപ്പിക്കുന്ന സമയത്തോ 8 മാസത്തിലോ ആകെ MDS കാലാവധിയുടെ 25% കാലാവധിക്ക് മുമ്പേ മാത്രമേ MDS അഡ്വാൻസ് നൽകുകയുള്ളൂ. MDS അഡ്വാൻസ് എപ്പോഴാണ് കൊടുക്കുന്നത്? നറുക്കിട്ടെടുക്കുന്ന സമയങ്ങളിലോ 20% താഴെ ലേലം ഉറപ്പിക്കുന്ന സമയത്തോ 8 മാസത്തിലോ ആകെ MDS കാലാവധിയുടെ 25% കാലാവധിക്ക് മുന്നെയാണ് മാത്രമേ MDS അഡ്വാൻസ് നൽകൂ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൈക്രോ ഫൈനാൻസ് എന്നാൽ എന്താണ്? വ്യത്യസ്ത കുടുംബത്തിലെ 10 അംഗങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകുന്ന വായ്പയാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. വ്യത്യസ്ത കുടുംബത്തിലെ 10 അംഗങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകുന്ന വായ്പകളെയാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ കോയിൻ ബോക്സ് റീഡറെ നിയമിക്കുന്നത് ആര്? യോഗ്യത, അവരുടെ ശമ്പളം, ഏത് തരത്തിൽ നൽകാമെന്നാണ്. ഇത് കോയിൻ ബോക്സ് റീഡറെ നിയമിക്കുന്നത് ബ്രാഞ്ച് മാനേജറാണ്. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് 10ാം തരമെങ്കിലും പഠിച്ചിരിക്കണം. പ്രായം പ്രശ്നമല്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും നിയമിക്കാം. 2 വീലർ ഉള്ളവർക്ക് മുൻഗണന. യാത്ര ചെയ്യാൻ കഴിയാത്തവരെയും വികലാംഗരെയും ഈ കാറ്റഗറിയിൽ പരിഗണിക്കരുത്. എങ്ങനെയാണ് കോയിൻ ബോക്സ് റീഡറെ നിയമിക്കുന്നത് ആരാണ്? ബ്രാഞ്ച് മാനേജറാണ്. അവരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് എങ്കിലും പഠിച്ചിരിക്കണം. പ്രായം പ്രശ്നമല്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും നിയമിക്കാം. 2 വീലർ ഉള്ളവർക്ക് മുൻഗണന. യാത്ര ചെയ്യാൻ കഴിയാത്തവർക്കും വികലാംഗരെയും ഈ കാറ്റഗറിയിൽ പരിഗണിക്കരുത്. അടുത്തത് മൂന്നാമത്തത് പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 10,000 രൂപ ശമ്പളം നൽകി നിയമനം നടത്താം. ഒന്നാമത്തേതാണ് പ്രതിമാസം 10,000 രൂപ ശമ്പളം നടത്തി നിയമിക്കാം. രണ്ടാമത്തത് പ്രതിമാസം 3,000 രൂപ ഇൻസെന്റീവ് നൽകി നിയമനം നടത്താം. ഇത്തരത്തിലുള്ളവർക്ക് ഇൻസെന്റീവിന് പുറമെ കോയിൻ ബോക്സ് കളക്ഷന്റെ 2%, MDS കളക്ഷന്റെ 10%, ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 15% കമ്മീഷനായി ലഭിക്കും. ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണെങ്കിൽ ഈ പ്രതിമാസം ഇപ്പം 10,000 രൂപ ശമ്പളത്തിൽ നൽകി നിയമിക്കാം, അല്ലെങ്കിൽ പ്രതിമാസം 3,000 രൂപ ഇൻസെന്റീവ് നൽകി നിയമിക്കാം. ഇത്തരത്തിലുള്ളവർക്കാണ് ഇൻസെന്റീവിന് പുറമെ കോയിൻ ബോക്സിന്റെ 2% കൊടുക്കും. അടുത്ത് MDS കളക്ഷന്റെ 10%, ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 15% കമ്മീഷനായി ലഭിക്കും. പിന്നെ അടുത്തത് ഒരു ദിവസം യാത്രാബത്ത ഇനത്തിൽ 50 രൂപ മാത്രം നൽകി കോയിൻ ബോക്സ് റീഡറെ നിയമിക്കാം. ഇത്തരത്തിലുള്ളവർക്ക് യാത്രാബത്തയ്ക്ക് പുറമെ കോയിൻ ബോക്സ് കളക്ഷന്റെ 3%, MDS കളക്ഷന്റെ 15%, ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 18% കമ്മീഷനായി ലഭിക്കും. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ മൈക്രോ ഫിനാൻസ് ഫയൽ നോക്കുന്നത്
ആദ്യത്തെ ജീവനക്കാരൻ്റെ കാറ്റഗറിയുടെ പേരെന്താണ്? മൈക്രോ ഫിനാൻസ് ഫയൽ നോക്കുന്ന ആദ്യത്തെ ജീവനക്കാരൻ്റെ കാറ്റഗറിയുടെ പേര് സെക്ഷൻ ക്ലർക്ക് എന്നാണ് പറയുന്നത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോയിൻ ബോക്സ് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പരിധിയിലുള്ള കടകൾ, വീടുകൾ, മറ്റിതര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന സമ്പാദ്യ സ്കീം ആണ് കോയിൻ ബോക്സ്. ഇത് സ്ഥാപിക്കുന്ന വീടുകളിലെ നാണയങ്ങൾ ഈ ബോക്സ് നിക്ഷേപിക്കുകയും ആയത് കോയിൻ ബോക്സ് നിക്ഷേപത്തിലേക്ക് സൊസൈറ്റി കളക്ഷൻ ഏജന്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് യൂണിറ്റിലെ കൺവീനർമാർ വഴി ആഴ്ചയിലൊരിക്കൽ കളക്ട് ചെയ്യുകയും വരവ് വയ്ക്കുകയും ചെയ്യുന്നതാണ്. ഈ ബോക്സ് സ്ഥാപിക്കുമ്പോൾ 50 രൂപ ആദ്യം ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വേണം ബോക്സ് വീടുകൾ സ്ഥാപിക്കാൻ. കോയിൻ ബോക്സ് സ്ഥാപിക്കുന്നത് എങ്ങനെയെന്നാണ്? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 50 രൂപ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടാണ് കോയിൻ ബോക്സ് വീട്ടിൽ സ്ഥാപിക്കുന്നത്. ഇത് എവിടെയൊക്കെയാണ് സ്ഥാപിക്കുന്നത്? ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പരിധിയിലുള്ള കടകൾ, വീടുകൾ, മറ്റിതര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന സമ്പാദ്യ സ്കീമാണ് കോയിൻ ബോക്സ്. നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന ഒരു സമ്പാദ്യ സ്കീമാണ് കോയിൻ ബോക്സ് എന്ന് പറയുന്നത്. ഇത് സ്ഥാപിക്കുന്ന വീടുകളിൽ നാണയങ്ങൾ ഈ ബോക്സ് നിക്ഷേപിക്കുകയും ആയത് കോയിൻ ബോക്സ് നിക്ഷേപത്തിലേക്ക് സൊസൈറ്റി ഏജന്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് കൺവീനർമാർ വഴി ആഴ്ചയിലൊരിക്കൽ കളക്ട് ചെയ്യുകയും വരവ് വയ്ക്കുകയും ചെയ്യുന്നു. ഈ ബോക്സ് സ്ഥാപിക്കുമ്പോൾ ആദ്യം എത്രയാണ്? 50 രൂപ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വേണം ബോക്സ് വീടുകളിൽ സ്ഥാപിക്കാൻ. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൈക്രോ ഫിനാൻസിന് ആദ്യം ഒരാൾക്ക് നൽകാവുന്ന തുക. മൈക്രോ ഫിനാൻസ് വഴി 5000 രൂപ മുതൽ 25000 രൂപ വരെ നൽകാം. ഒരു മൈക്രോ ഫിനാൻസ് വഴി ഒരാൾക്ക് നൽകാവുന്ന തുക എന്ന് പറയുന്നത് 5000 മുതൽ 25000 രൂപയാണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോ ഫിനാൻസ് തിരിച്ചടവ് ഏത് രീതിയിലാണ്? മൈക്രോ ഫിനാൻസ് തിരിച്ചടവ് ആഴ്ചയിലാണ് കൊടുക്കേണ്ടത്. എത്ര രൂപ വരെ കൊടുക്കാം? 5000 മുതൽ 25000 രൂപ വരെ കൊടുക്കാം. ആഴ്ചയിലൊരിക്കലാണ് ഇതിൻ്റെ തിരിച്ചടവ് വരുന്നത്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നാൽ എന്തെന്നാണ്? കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ആരംഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് RD. RD എന്ന് വെച്ചാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഒരാൾക്ക് ഒരു മാസം എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് 2 മുതൽ 10 വർഷം വരെ നമുക്ക് തിരഞ്ഞെടുക്കാം. കസ്റ്റമർ ഒരു മാസം അടയ്ക്കാമെന്ന് തീരുമാനിച്ച തുക അതത് മാസം അല്ലെങ്കിൽ ദിവസയിനത്തിലോ ആഴ്ച അല്ലെങ്കിൽ മാസക്രമത്തിലോ തവണകളായി അടയ്ക്കാവുന്ന രീതിയിലുള്ള നിക്ഷേപമാണ്. എന്ന് വെച്ചാൽ ഇപ്പം 2 മുതൽ 10 വർഷം വരെ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിപ്പം ഏതെങ്കിലും മാസത്തിലാണോ ആഴ്ചയിലാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒരിക്കൽ കൊടുക്കുന്ന തുകയായിരിക്കണം ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തീരുന്നവരെയും കൊടുക്കേണ്ടത്. അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോയിൻ ബോക്സ് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പരിധിയിലുള്ള കടകൾ, വീടുകൾ, മറ്റിതര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന സമ്പാദ്യ സ്കീം ആണ് കോയിൻ ബോക്സ്. ഇത് സ്ഥാപിക്കുന്ന വീടുകളിലെ നാണയങ്ങൾ ഈ ബോക്സ് നിക്ഷേപിക്കുകയും ആയത് കോയിൻ ബോക്സ് നിക്ഷേപത്തിലേക്ക് സൊസൈറ്റി കളക്ഷൻ ഏജന്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് യൂണിറ്റിലെ കൺവീനർമാർ വഴി ആഴ്ചയിലൊരിക്കൽ കളക്ട് ചെയ്യുകയും വരവ് വയ്ക്കുകയും ചെയ്യുന്നതാണ്. ഈ ബോക്സ് സ്ഥാപിക്കുമ്പോൾ 50 രൂപ ആദ്യം ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വേണം ബോക്സ് വീടുകൾ സ്ഥാപിക്കാൻ. കോയിൻ ബോക്സ് സ്ഥാപിക്കുന്നത് എങ്ങനെയെന്നാണ്? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 50 രൂപ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടാണ് കോയിൻ ബോക്സ് വീട്ടിൽ സ്ഥാപിക്കുന്നത്. ഇത് എവിടെയൊക്കെയാണ് സ്ഥാപിക്കുന്നത്? ജനമൈത്രി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പരിധിയിലുള്ള കടകൾ, വീടുകൾ, മറ്റിതര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന സമ്പാദ്യ സ്കീമാണ് കോയിൻ ബോക്സ്. നാണയത്തുട്ട് നിക്ഷേപിക്കുന്ന ഒരു സമ്പാദ്യ സ്കീമാണ് കോയിൻ ബോക്സ് എന്ന് പറയുന്നത്. ഇത് സ്ഥാപിക്കുന്ന വീടുകളിൽ നാണയങ്ങൾ ഈ ബോക്സ് നിക്ഷേപിക്കുകയും ആയത് കോയിൻ ബോക്സ് നിക്ഷേപത്തിലേക്ക് സൊസൈറ്റി ഏജന്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് കൺവീനർമാർ വഴി ആഴ്ചയിലൊരിക്കൽ കളക്ട് ചെയ്യുകയും വരവ് വയ്ക്കുകയും ചെയ്യുന്നു. ഈ ബോക്സ് സ്ഥാപിക്കുമ്പോൾ ആദ്യം എത്രയാണ്? 50 രൂപ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വേണം ബോക്സ് വീടുകളിൽ സ്ഥാപിക്കാൻ. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൈക്രോ ഫിനാൻസിന് ആദ്യം ഒരാൾക്ക് നൽകാവുന്ന തുക.
മൈക്രോ ഫിനാൻസ് വഴി 5000 രൂപ മുതൽ 25000 രൂപ വരെ നൽകാം. ഒരു മൈക്രോ ഫിനാൻസ് വഴി ഒരാൾക്ക് നൽകാവുന്ന തുക എന്ന് പറയുന്നത് 5000 മുതൽ 25000 രൂപയാണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോ ഫിനാൻസ് തിരിച്ചടവ് ഏത് രീതിയിലാണ്? മൈക്രോ ഫിനാൻസ് തിരിച്ചടവ് ആഴ്ചയിലാണ് കൊടുക്കേണ്ടത്. എത്ര രൂപ വരെ കൊടുക്കാം? 5000 മുതൽ 25000 രൂപ വരെ കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലാണ് ഇതിൻ്റെ തിരിച്ചടവ് വരുന്നത്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നാൽ എന്തെന്നാണ്? കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ആരംഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് RD. RD എന്ന് വെച്ചാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഒരാൾക്ക് ഒരു മാസം എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് 2 മുതൽ 10 വർഷം വരെ നമുക്ക് തിരഞ്ഞെടുക്കാം. കസ്റ്റമർ ഒരു മാസം അടയ്ക്കാമെന്ന് തീരുമാനിച്ച തുക അതത് മാസം അല്ലെങ്കിൽ ദിവസ ഇനത്തിലോ ആഴ്ച അല്ലെങ്കിൽ മാസക്രമത്തിലോ തവണകളായി അടയ്ക്കുകയും അടയ്ക്കാവുന്ന രീതിയിലുള്ള നിക്ഷേപമാണ്. എന്ന് വെച്ചാൽ ഇപ്പം 2 മുതൽ 10 വർഷം വരെ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിപ്പം ഏതെങ്കിലും മാസത്തിലാണോ ആഴ്ചയിലാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒരിക്കൽ കൊടുക്കുന്ന തുകയായിരിക്കണം ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തീരുന്നവരെയും കൊടുക്കേണ്ടത്. അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാഞ്ച് ഫണ്ട് ആഴ്ചയിൽ എത്ര ദിവസമാണ് ഹെഡ് ഓഫീസ് പൂളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ആൻസർ, ബ്രാഞ്ചിൽ വരുന്ന ഫണ്ട് തുകകൾ HO ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതാത് വെള്ളിയാഴ്ചകളാണ്. ഒരാഴ്ചയുടെ അവസാനം വെള്ളിയാഴ്ച ദിവസമാണ് എന്ത് ചെയ്യണേ? ഈ ബ്രാഞ്ചിൽ വരുന്ന ഫണ്ട് തുകകൾ ഹെഡ് ഓഫീസിലെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് സീറോ ബാലൻസ് അക്കൗണ്ട്? സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സൊസൈറ്റിയിൽ ഏത് തരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുന്ന ആൾ ആരംഭിക്കേണ്ട അക്കൗണ്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ട്. ഏത് തരത്തിലുള്ള സേവനങ്ങൾ ആണ് ആരംഭിക്കുന്നതെങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണം. ഈ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ ഫൈൻ ഉണ്ടാകുകയില്ല. ഈ സീറോ ബാലൻസ് അക്കൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ അതിൽ ഫൈൻ ഉണ്ടാകുകയില്ല. ഈ അക്കൗണ്ടിലൂടെ ഒരു വർഷം നടത്താവുന്ന പരമാവധി ട്രാൻസാക്ഷൻ 20,000 രൂപ മാത്രമായിരിക്കും. ഈ സീറോ ബാലൻസ് അക്കൗണ്ടിൽ പൈസ ഇല്ല എങ്കിൽ നമുക്ക് ഫൈനൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ അക്കൗണ്ടിലൂടെ ഒരു വർഷം നടത്താവുന്ന പരമാവധി ട്രാൻസാക്ഷൻ 20,000 രൂപ മാത്രമായിരിക്കും. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജീവനക്കാരൻ്റെ കരിയർ ബുക്കിൽ മാർക്ക് ലഭിക്കാവുന്ന 3 കാര്യങ്ങൾ എന്തെല്ലാമാണ്? അടുത്ത 1ാമത്തത്, ഒരാളെ കൊണ്ട് FD ചെയ്യിപ്പിക്കുമ്പോൾ, ഒരാളെ കൊണ്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ജീവനക്കാരൻ്റെ കരിയർ ബുക്കിൽ മാർക്ക് ലഭിക്കുന്നു. 2ാമത്തത്, MDSൽ ഒരാളെ ചേർക്കുമ്പോൾ. അടുത്ത 3ാമത്തത്, MDS ഒരു മാസം അംഗത്തെ ചേർത്താൽ. ഈ 3 കാര്യങ്ങളിലാണ് ഒരു ജീവനക്കാരൻ്റെ കരിയർ ബുക്കിൽ മാർക്ക് ലഭിക്കുന്നത്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, ഡെയിലി കളക്ഷൻ്റെ കാലാവധി എത്ര ദിവസങ്ങളാണ്? 50, 75, 100, 150. ഡെയിലി കളക്ഷൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 50 ദിവസം, 75, 100, 150. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, MDS അഡ്വാൻസ് നൽകുന്ന മാനദണ്ഡം. എന്തെല്ലാം മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് MDS അഡ്വാൻസ് നൽകുന്നത്? 1ാമത്തത്, നറുക്കെടുക്കുന്ന സമയത്തിലോ 20% മുകളിലോ ലേലം ഉറപ്പിക്കുന്ന സമയത്തോ ആദ്യത്തെ 8 മാസത്തിലോ MDSന്റെ 20% കാലാവധിക്ക് മുമ്പേ മാത്രമേ MDS അഡ്വാൻസ് നൽകുകയുള്ളൂ. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് പെൻഷൻ പ്ലാൻ? ഈ പെൻഷൻ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? വാങ്ങുന്ന ശമ്പളത്തിൻ്റെ 10% പൊതു ആവശ്യ ഫണ്ടിൽ നിന്ന് ശമ്പളത്തിൻ്റെ 5% പെൻഷൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതാണ് പെൻഷൻ ഫണ്ട്. പെൻഷൻ ഫണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയാ? വാങ്ങുന്ന ശമ്പളത്തിൻ്റെ 10% പൊതു ആവശ്യ ഫണ്ടിൽ നിന്ന് ശമ്പളത്തിൻ്റെ 5% പെൻഷൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ, സാധാരണ ഡെപ്പോസിറ്റും സീനിയർ സിറ്റിസൺ ഡെപ്പോസിറ്റ് നൽകുന്ന പലിശയുടെ വ്യത്യാസം. സാധാരണ ഡെപ്പോസിറ്റർക്കും സീനിയർ സിറ്റിസണിന് നൽകുന്ന പലിശയുടെ വ്യത്യാസം 5% കൂടുതലാണ് ഈ സീനിയർ സിറ്റിസണിന് കൊടുക്കുന്നത്. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ, സൊസൈറ്റി ലഭിക്കാവുന്ന ഏതെങ്കിലും 3 വരുമാന മാർഗങ്ങൾ മുൻപ് പ്രതിപാദിക്കാത്തത് എഴുതുക. 1ാമത്തത് മൈക്രോ ഫൈനാൻസ്, 2ാമത്തത് MDS അഡ്വാൻസ്, 3ാമത്തത് കുടുംബിനി വായ്പ, 4ാമത്തത് ഡെയിലി കളക്ഷൻ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് സ്വർണ്ണ ബോണ്ട്? സ്വർണ്ണ ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സ്വർണ്ണ ബാങ്കിന്റെ ലോക്കറിന്റെ പ്ലജിംഗ് വച്ചാൽ സ്വർണം സുരക്ഷിതമായി ഇരിക്കുകയും ഓരോ മാസവും മാസവരുമാനം ലഭിക്കുന്ന രീതി.
അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോ ഫിനാൻസിന് നൽകാവുന്ന കാലാവധി എത്ര ആഴ്ചയാണ്? ഒരു മൈക്രോ ഫിനാൻസിന് നൽകാവുന്ന കാലാവധി 52 ആഴ്ചയാണ്. ക്വസ്റ്റ്യൻ, ഡെയിലി കളക്ഷൻ നൽകുന്നതിന്റെ വ്യവസ്ഥകൾ എന്തെല്ലാം എന്നാണ്. ആദ്യം വേണ്ടത് 100 രൂപ പ്ലസ് നികുതി സൊസൈറ്റിയിൽ അടച്ച് ബി ക്ലാസ് മെമ്പർ ആകണം. ആദ്യം 100 രൂപയും നികുതി സൊസൈറ്റിയിൽ അടച്ച് ബി ക്ലാസ് മെമ്പർ ആകണം. ആയതിന് എന്തെല്ലാം വേണം? ഒരു ഫോട്ടോ, ആധാർ കാർഡ്, അപേക്ഷാ ഫോറം, പാൻ കാർഡ് എന്നിവ വേണം. കട അല്ലെങ്കിൽ കമ്പനി തുടങ്ങി ഡെയിലി വരുമാനം വരവ് ചെലവുള്ള സ്ഥാപനങ്ങളിലായിരിക്കും ഡെയിലി കളക്ഷൻ പദ്ധതിയുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താവ്. ഒരു ദിവസം 750 മുതൽ 1500 രൂപ ലാഭം ലഭിക്കുന്ന കടകൾക്ക് 1 ലക്ഷം രൂപ വരെ വ്യവസ്ഥകളിന്മേൽ വായ്പ നൽകും. കടയുടെ സ്റ്റോക്ക് പ്രധാനമാണ്. അടുത്തത്, ഇതെങ്ങനെയാണ് കൊടുക്കുന്നതാണ്. കളക്ഷൻ ഏജന്റിന്റെ ശുപാർശയിലാണ് അപേക്ഷ സ്വീകരിക്കുക. മാനേജരാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത്? 100 രൂപയും നികുതി സൊസൈറ്റിയിൽ അടച്ച ബി ക്ലാസ് മെമ്പർ ആയിരിക്കണമെന്നാണ് നിബന്ധന. അത് കഴിഞ്ഞിട്ട് കട അല്ലെങ്കിൽ കമ്പനി ഡെയിലി വരുമാനമുള്ള സ്ഥാപനങ്ങളിലായിരിക്കും ഈ ഡെയിലി കളക്ഷൻ പദ്ധതിയുടെ ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ. ഒരു ദിവസം 750 മുതൽ 1500 രൂപ ലാഭം ലഭിക്കുന്ന കടകൾക്ക് 1 ലക്ഷം രൂപ വരെ വ്യവസ്ഥകളിന്മേൽ വായ്പ നൽകും. കടയുടെ സ്റ്റോക്ക് പ്രധാനമാണ്. അടുത്തത്, കളക്ഷൻ ഏജന്റിന്റെ ശുപാർശയിലാണ് അപേക്ഷ സ്വീകരിക്കുക. മാനേജരാണ് തീരുമാനമെടുക്കുന്നത്. വായ്പ ലഭിക്കുന്നവർക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ 50 ദിവസത്തെ സ്കീമിന് ഒരു ദിവസം 200 രൂപയും 75 ദിവസമാണെങ്കിൽ 135 രൂപയുമാണ് കാലാവധി. 100 ദിവസത്തെ സ്കീമിന് 100 രൂപയും 150 ദിവസമാണെങ്കിൽ 70 രൂപയുമാണ് പ്രതിദിന അടവ് തുക. 50 ദിവസമാണെങ്കിൽ 200 രൂപയും 75 ദിവസമാണെങ്കിൽ 135 രൂപയും 100 ദിവസത്തെ സ്കീമാണെങ്കിൽ 100 രൂപയും 150 ദിവസമാണെങ്കിൽ 70 രൂപയുമാണ് പ്രതിദിന അടവ് തുക. ഈ കാൽക്കുലേഷനിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. വായ്പ ലഭിക്കുന്നവർക്ക് സൊസൈറ്റിയിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ അംഗമാകണം. എടുക്കുന്ന വായ്പയുടെ 3% കുറയാത്ത ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങണം. എന്നിട്ട് വായ്പ എടുത്തവർക്ക് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് തുക പലിശരഹിത വായ്പയായി നൽകും. വ്യവസ്ഥകൾ 8 മാസ തവണകളായി അടച്ചാൽ മതി. ആദ്യം 35% തവണ തുക അടയ്ക്കണം. അടുത്തത്, വായ്പ എടുക്കുന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ 40 ആഴ്ചകളായി അടയ്ക്കാൻ പലിശരഹിത വായ്പ നൽകും. ആദ്യം 40% പ്ലസ് നികുതി അടയ്ക്കണം. ലോൺ നൽകുന്നതിന് മുമ്പ് മാനേജർ അല്ലെങ്കിൽ കളക്ഷൻ ഏജന്റ് അല്ലെങ്കിൽ സെക്ഷൻ ക്ലർക്ക് അല്ലെങ്കിൽ മാനേജർ കട നിരീക്ഷിച്ച് വരവ് ചെലവ് ലാഭം കണക്കാക്കി മാത്രമേ ആ വായ്പ അനുവദിക്കുകയുള്ളൂ. ഒരു കടക്കാരന് ഒരു വായ്പ മാത്രമേ അനുവദിക്കൂ. ഗ്യാരണ്ടറായി ഭാര്യ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവ മാത്രം മതി. അല്ലെങ്കിൽ വ്യവസ്ഥകൾ പ്രകാരമുള്ള റെക്കോർഡുകൾ വാങ്ങുകയും വേണം. കൃത്യമായി കുടിശ്ശിക വരുത്താതെ അടയ്ക്കുന്നവർക്ക് തവണ തീരുന്നതിന് 10 ദിവസം മുമ്പ് പുതിയ വായ്പ അനുവദിക്കുന്നതാണ്. ഇതിന് തുടർ ഇൻസ്പെക്ഷൻ വേണ്ട. ഒരു സ്ഥാപനത്തിൽ പരമാവധി നൽകാവുന്ന തുക 5000 രൂപ മുതൽ 1 ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രമാണ്. മുപ്പത്തേഴാണ്, എന്താണ് ലക്കി MDS എന്ന് പറയുന്നത്? ലക്കി MDSൽ നറുക്കു മാത്രമേ ഉണ്ടാകൂ എന്നതിൽ വീത പലിശ ലഭിക്കില്ല. ലക്കി MDSൽ നറുക്കു മാത്രമേ ഉണ്ടാകൂ, അതിൽ വീത പലിശ നൽകില്ല. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ, സൗജന്യ ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? പോളിസി 3 വർഷത്തെ പ്രീമിയം തുക ഒറ്റത്തവണയെ അടച്ചാൽ അല്ലെങ്കിൽ വർഷാവർഷം 4 വർഷം കൊണ്ട് അടച്ചാൽ പോളിസി ഉടമയ്ക്ക് 60 വയസ്സ് വരെ തുടർ പ്രീമിയം അടയ്ക്കാതെ സൗജന്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. എന്താണ് സൗജന്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്? ഒരു പോളിസി 3 വർഷത്തെ പ്രീമിയം ഒറ്റ തവണയായി അടച്ചാൽ, 3 വർഷത്തെ പ്രീമിയം ഒരു തവണയായി അടയ്ക്കുക, അല്ലെങ്കിൽ വർഷാവർഷം
4 വർഷം അടച്ചാൽ മതി. ഇപ്പം വർഷാവർഷമാണെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ 3 വർഷം ഒറ്റത്തവണയായി അടയ്ക്കാം, അല്ലെങ്കിൽ വർഷാവർഷം 4 വർഷം അടച്ചാൽ. ഇപ്പം 4 വർഷം അടച്ചാൽ വർഷാവർഷമാണെങ്കിൽ ഇപ്പം 3 പ്രാവശ്യം ഒറ്റത്തവണയായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ വർഷാവർഷം 4 പ്രാവശ്യമായി അടയ്ക്കാം, 4 വർഷമായിട്ട് അടയ്ക്കാം. അടച്ചാൽ പോളിസി ഉടമകൾക്ക് 60 വയസ്സ് വരെ തുടർ പ്രീമിയം അടയ്ക്കാതെ തന്നെ സൗജന്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സൊസൈറ്റി ബ്രാഞ്ച് ആരംഭിക്കുന്നത് ഏത് കാറ്റഗറി? ഒരു സൊസൈറ്റി ബ്രാഞ്ച് ആരംഭിക്കുന്നത് പ്രാഥമിക സംഘമായിട്ടാണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് നോർമൽ ബ്രാഞ്ച് കാറ്റഗറി ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്? ഒരു സൊസൈറ്റി ബ്രാഞ്ച് ആരംഭിക്കുന്നതിന് കാറ്റഗറി ഇല്ലാത്ത നോർമൽ ബ്രാഞ്ച് ആയിട്ടാണ്. ആയതിനാൽ ഈ ബ്രാഞ്ച് ഡി കാറ്റഗറിയായി കണക്കാക്കപ്പെട്ടതിന് ശേഷം ഓരോ പ്രാവശ്യവും കേരള സർക്കാരുകളും സൊസൈറ്റിയിൽ നൽകുന്ന പുതുക്കി വരുന്ന ശമ്പള സ്കെയിലിലേക്ക് മാറുന്നത്. ഡി കാറ്റഗറിയായി പരിഗണിക്കുന്നതിന് നോർമലായി തുടങ്ങുന്ന ബ്രാഞ്ചിൽ 50 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റും 40 ലക്ഷം രൂപയുടെ വായ്പയും നൽകുമ്പോഴാണ്. അതുവരെ സംസ്ഥാന സഹകരണ ബാങ്ക് വേതനം മാത്രമേ ലഭിക്കൂ. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ? ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ച് 1 വയസ്സാകുമ്പോൾ പ്രതിമാസം 2000 രൂപ വീതം 5 വർഷം അടച്ചാൽ 6ാം വയസ്സിൽ ഈ കുട്ടിയെ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ മുതൽ ഡിഗ്രി പഠിക്കുന്നത് വരെ പരമാവധി 20 വയസ്സ് വരെ ഉണ്ടാകുന്ന എല്ലാ പഠന ചിലവുകളും നിബന്ധനകൾ നൽകുന്നതാണ് ഈ പ്ലാൻ. എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് 1 വയസ്സ് മുതൽ 2000 രൂപ വീതം അടച്ചാൽ 5 വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് 6 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന അതുവരെയുള്ള മാക്സിമം 20 വയസ്സ് വരെ ഉണ്ടാകുന്ന പഠന ചിലവുകൾ നിബന്ധനകൾ അനുസരിച്ച് നൽകുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, MDS നൽകുന്നത് ഏതൊക്കെ ഘട്ടം പൂർത്തിയാക്കണം? ഒന്നാമത്തത് അപേക്ഷ വാങ്ങുക, ഡോക്യുമെന്റുകൾ വാങ്ങുക, സൈറ്റ് എൻക്വയറി നടത്തുക, കൺഫർമേഷൻ വരുത്തുക, സിഗ്നേച്ചർ വെരിഫിക്കേഷനുള്ള ചെക്ക് കളക്ട് ചെയ്യുക, ഹെഡ് ഓഫീസിലേക്ക് സ്റ്റേറ്റ്മെന്റ് നൽകി ബ്രാഞ്ച് അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക, അഡ്രസ് പ്രൂഫ് ലെറ്റർ വിടുക, ലെറ്ററുമായി വന്ന ഡോക്യുമെന്റ് ഒപ്പിടുക, കസ്റ്റമറിന് ചെക്ക് നൽകുക, നൽകിയ ലോൺ വിവരം ഹെഡ് ഓഫീസിനെ അറിയിക്കുക. അടുത്തത് MDSകൾ 1 മാസത്തിൽ 10 ലക്ഷം രൂപയോ ആ തുക വരുന്ന എണ്ണത്തിലോ ഉള്ള ഓരോ മാസവും ആരംഭിക്കണം. ആയതിലെ ചുമതല അല്ലെങ്കിൽ തീരുമാനം ബ്രാഞ്ച് സ്റ്റാഫ് കമ്മിറ്റിക്കാണ്. MDS നൽകി എന്തെല്ലാം ഘട്ടം പൂർത്തിയാക്കണമെന്ന്? ഒന്നാമത്തത് അപേക്ഷ വാങ്ങുക, പിന്നെ എന്ത് ചെയ്യണം? ഡോക്യുമെന്റുകളെല്ലാം വാങ്ങണം, പിന്നെ സൈറ്റ് എൻക്വയറി നടത്തണം, കൺഫർമേഷൻ വരുത്തണം, സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാനുള്ള ചെക്ക് കളക്ട് ചെയ്യണം, ഹെഡ് ഓഫീസിലേക്ക് സ്റ്റേറ്റ്മെന്റ് നൽകി ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക, അഡ്രസ് പ്രൂഫ് ലെറ്റർ വിടുക, ലെറ്ററുമായി വന്ന ഡോക്യുമെന്റ് ഒപ്പിടുക, കസ്റ്റമറിന് ചെക്ക് നൽകുക, നൽകിയ വിവരം ഹെഡ് ഓഫീസിനെ അറിയിക്കുക. MDS 1 മാസം 10 ലക്ഷം രൂപയോ ആ തുക വരുന്ന എണ്ണത്തിലോ ഉള്ളത് ഓരോ മാസവും ആരംഭിക്കണം. ആയതിന്റെ ചുമതല ഈ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ബ്രാഞ്ച് സ്റ്റാഫ് കമ്മിറ്റിയാണ്. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കുടുംബിനി വായ്പ? കുടുംബിനി വായ്പ എന്ന് വെച്ചാൽ എന്താണ്? 3 സ്ത്രീകൾ പരസ്പര ജാമ്യത്തിൽ നൽകുന്ന വായ്പയാണ് കുടുംബിനി വായ്പ. 46 ആഴ്ച കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന വായ്പയാണ്.
3 വനിതകൾ പരസ്പര ജാമ്യത്തിൽ നൽകുന്ന വായ്പയാണ് കുടുംബിനി വായ്പ എന്ന് പറയുന്നത്. 46 ആഴ്ച കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന വായ്പയാണ്. അത് 44ാമത്തെ ക്വസ്റ്റ്യൻ. സൊസൈറ്റി ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറുന്നത് എങ്ങനെ? ലാഭവിഹിത സ്ലാബിനെ ABCDEFK എന്നീ വിഭാഗങ്ങളിലെ തുകകളും ലക്കി MDSലെ ബാലൻസ് തുകയും MDSലെ ഫോർമാൻ കമ്മീഷൻ, സൊസൈറ്റിയുടെ ലാഭം, രജിസ്ട്രേഷൻ ഫീസുകൾ, പ്രോസസ്സിംഗ് ഫീസുകൾ, ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് തുക, 1 വർഷത്തിൽ കൂടുതലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, മറ്റ് വിവിധ ഇനത്തിലുള്ള തിരികെ നൽകേണ്ടതാത്ത ഫണ്ടുകൾ എന്നിവ ഡെപ്പോസിറ്റ് ടാർജറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ. കുടുംബിനി വായ്പകൾക്ക് പരമാവധി നൽകുന്ന തുക. 15,000 രൂപയാണ് കുടുംബിനി വായ്പകൾക്ക് പരമാവധി നൽകുന്നത്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ. MDS സംബന്ധിച്ച് ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തത്, MDSൽ അംഗമാകുന്ന അംഗങ്ങൾക്ക് കൃത്യമായി 3 തവണ MDS അടച്ചാൽ 4ാം തവണ MDS വായ്പ നൽകാവുന്നതാണ്. അടുത്ത്, സ്വന്തം ജാമ്യത്തിൽ 50,000 രൂപ വരെയും 1 ലക്ഷം രൂപ സ്ഥിര താമസക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗത്തിന്റെ പേരിലുള്ള ആധാർ കാർഡ് വിലാസത്തിലുള്ള വസ്തുവിന്റെ പ്രമാണത്തിന്റെ ഫോട്ടോ കോപ്പിയും ഏറ്റവും ഒടുവിൽ കരമടച്ച രസീതും ബാധ്യതാ സർട്ടിഫിക്കറ്റും വാങ്ങണം. 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 50,000 രൂപ വരെയാണ് എന്ത് ചെയ്യണം? സ്വന്തം ജാമ്യത്തിൽ 50,000 രൂപ വരെയും 1 ലക്ഷം രൂപ സ്ഥിര താമസക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാലും അംഗത്തിന്റെ പേരിലുള്ള ആധാർ കാർഡിന്റെ വിലാസത്തിലുള്ള വസ്തുവിന്റെ പ്രമാണത്തിന്റെ ഫോട്ടോ കോപ്പിയും ഏറ്റവും ഒടുവിൽ കരമടച്ച രസീതും ബാധ്യതാ സർട്ടിഫിക്കറ്റും വാങ്ങണം. 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വസ്തുവിന്റെ എല്ലാ റെക്കോർഡുകളും ഒറിജിനലും സൊസൈറ്റി ബൈലോ പ്രകാരം വാങ്ങണം. അടുത്ത 3ാമത്തത്, MDS വായ്പയുടെ മാനദണ്ഡം ആ മാസം എത്ര രൂപ കുറച്ചാണ് ലേലം അല്ലെങ്കിൽ നറുക്കിൽ പോയത്, അതിന്റെ ഫോർമാൻ കമ്മീഷൻ കഴിച്ചുള്ള തുകയാണ് നൽകേണ്ടത്. അടുത്ത 4ാമത്തത്, MDS വായ്പ എടുക്കുന്ന ഒരാൾക്ക് തുടർവിധ പലിശ ലഭിക്കില്ല. MDS കാലാവധി മുഴുവൻ തുകയും അടയ്ക്കണം. MDS കാലാവധിയുടെ മുഴുവൻ തുകയും അടയ്ക്കണം. MDS വായ്പ എടുക്കുന്ന ഒരാൾക്ക് തുടർവിധ പലിശ ലഭിക്കില്ല. 5ാമത്തത്, ഒരാൾക്ക് MDS കൂടുതലുണ്ടെങ്കിലും വായ്പ സ്വന്തം ജാമ്യത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. ഒരാൾക്ക് MDS കൂടുതലുണ്ടെങ്കിലും വായ്പ സ്വന്തം ജാമ്യത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. അടുത്തത്, ലക്കി MDS ഡെയിലി കളക്ഷൻ വായ്പ മാത്രമേ നൽകൂ. ലക്കി MDS ഡെയിലി കളക്ഷൻ വായ്പ മാത്രമേ കൊടുക്കുകയുള്ളൂ. ലക്കി MDSൽ ചേർന്ന് 2 മാസം കഴിഞ്ഞ് ഡെയിലി കളക്ഷൻ വായ്പ നൽകാവുന്നതാണ്. വായ്പ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും അടുത്തു സമ്പാദ്യ കുടുക്ക അല്ലെങ്കിൽ കോയിൻ ബോക്സും QR കോഡ് സ്ഥാപിക്കണം. വായ്പ എടുക്കുന്ന എല്ലാ കസ്റ്റമറുടെയും അടുത്ത് സമ്പാദ്യ കുടുക്കയും കോയിൻ ബോക്സും സ്ഥാപിക്കണം. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഇൻക്രിമെന്റ്? ഇൻക്രിമെന്റ് എന്നാൽ ഓരോ വർഷവും പ്രഖ്യാപിച്ചിട്ടുള്ള തുകയാണ്. ഇൻക്രിമെന്റ് എന്നാൽ ഓരോ വർഷവും പ്രഖ്യാപിച്ചിട്ടുള്ള തുകയാണ്. ഉദാഹരണം, 10,000 രൂപ അടിസ്ഥാന ശമ്പളം ഉള്ള ഒരാളുടെ ശമ്പള സ്കെയിൽ 10,000
5000/5 എന്നാണെങ്കിൽ ആ അവസാനം കാണുന്ന 5 വർഷത്തെയും നടുക്കു കാണുന്ന 500 ഓരോ വർഷവുമുള്ള ഇൻക്രിമെന്റും ആദ്യം കാണുന്ന 10000 അടിസ്ഥാന ശമ്പളവുമാണ്. ഇതിനോടൊപ്പം ലഭിക്കുന്ന DAയും കൂടി ചേർത്താണ് ആകെ ശമ്പളം കണക്ക് കൂട്ടുന്നത്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ, ലോൺ പാസ്സാകുന്നതെന്ന് ഏത് ദിവസം ഏത് കമ്മിറ്റിയിലാണ്? എല്ലാ ശനിയാഴ്ചയും ഉള്ള ബ്രാഞ്ച് മീറ്റിംഗിലാണ് ലോൺ പാസ്സാകുന്നത്. ശനിയാഴ്ച അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും. ലോൺ പാസ്സാക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ ശനിയാഴ്ചയും ഉള്ള ബ്രാഞ്ച് മീറ്റിങ്ങുകളിലാണ്. എല്ലാ ശനിയാഴ്ചയും ഉള്ള ബ്രാഞ്ച് മീറ്റിങ്ങിലാണ് എന്തോന്ന് ലോൺ പാസ്സാക്കുന്നത്. അപ്പം ശനിയാഴ്ച അവധി ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ദിവസമായിരിക്കും ലോൺ പാസ്സാക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ലാഭവിഹിത ഡെപ്പോസിറ്റ്? എന്താണ് ലാഭവിഹിത ഡെപ്പോസിറ്റ്? ഒരു സൊസൈറ്റിക്ക് സ്ഥിരമായി നിക്ഷേപം നടത്തുവാൻ താല്പര്യമുള്ളതും 1 വർഷത്തിൽ കൂടുതൽ സ്ഥിര നിക്ഷേപവുമുള്ള മറ്റു ഫൈനാൻഷ്യൽ, വ്യവസായ, സർവീസ്, സേവന സ്ഥാപനങ്ങളിൽ നിന്നും ഷെയർ ലാഭവിഹിത പരിശീലനത്തിൽ സൊസൈറ്റി ഹെഡ് ഓഫീസിന്റെ അനുവാദത്തോടുകൂടി പ്രത്യേകം കരാർ തയ്യാറാക്കി ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുന്ന വായ്പയിലൂടെ നൽകി ലഭിക്കുന്ന ലാഭത്തിന്റെ നിശ്ചിത വിഹിതം നൽകുന്നതാണ്. ഒരു സൊസൈറ്റി എന്താണ് ലാഭവിഹിത ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ? ഒരു സൊസൈറ്റി സ്ഥിരമായി നിക്ഷേപം നടത്തുവാൻ താല്പര്യമുള്ള താല്പര്യമുള്ളതും 1 വർഷത്തിൽ കൂടുതൽ സ്ഥിര നിക്ഷേപം നടത്തുന്ന മറ്റു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ വ്യവസായ, സർവീസ്, സേവന സ്ഥാപനങ്ങളിൽ നിന്നും ഷെയർ വിഹിത പരിശീലനത്തിൽ സൊസൈറ്റി ഹെഡ് ഓഫീസിന്റെ അനുവാദത്തോടുകൂടി പ്രത്യേകം കരാർ തയ്യാറാക്കി ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുന്ന വായ്പയിലൂടെ നൽകി ലഭിക്കുന്ന ലാഭത്തിന്റെ നിശ്ചിത വിഹിതം നൽകുന്നതാണ്. വായ്പയുടെ കാലാവധി അനുസരിച്ച് തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള വായ്പയാണ്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ധനകാര്യ പ്രതിസന്ധി? വായ്പ കൊടുക്കാൻ ഫണ്ടില്ലാത്ത ബ്രാഞ്ചിന്റെ അവസ്ഥയാണ്. വായ്പ കൊടുക്കാൻ ഫണ്ടില്ലാത്ത ബ്രാഞ്ചിന്റെ അവസ്ഥയാണ് ധനകാര്യ പ്രതിസന്ധി എന്ന് പറയുന്നത്. സൊസൈറ്റി നൽകുന്ന നിർദ്ദേശം ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാത്ത അവസ്ഥ. സൊസൈറ്റി നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് കമ്മിറ്റി തീരുമാനം അനുസരിക്കാത്ത പ്രവർത്തിക്കാത്ത അവസ്ഥ. ചെലവുകൾ വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ പിന്നെ വരുമാനം ഇല്ലാതാകുമ്പോൾ. എന്താണ് ധനകാര്യ പ്രതിസന്ധി എന്ന് വെച്ചാൽ വായ്പ കൊടുക്കാൻ ഫണ്ടില്ലാത്ത ബ്രാഞ്ചിന്റെ അവസ്ഥ, പിന്നെ സൊസൈറ്റി നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ, ചെലവുകൾ വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ. അടുത്ത 4ാമത്തെ എന്താണ്? വരുമാനം ഇല്ലാതെ വരുമ്പോൾ. ഇങ്ങനെയൊക്കെ ആണ് ഒരു ധനകാര്യ പ്രതിസന്ധി ഉണ്ടാകുന്നത്.